ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. അമരാവതി ആൽത്തറ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന അന്നക്കളി ശ്രദ്ധേയമായി. ദേവീപ്രീതിയും ദേശാഭിവൃദ്ധിയുടെയും പ്രാർത്ഥനയുമായുള്ള അന്നക്കളി ആഘോഷം ഭക്തിസാന്ദ്രമായി. അമരാവതി ദേശത്തെ ജനങ്ങൾ ദേവതാനുഗ്രഹ പ്രാർത്ഥനയുമായാണ് തെക്കുംഭാഗം അന്നക്കളി ആഘോഷം നടന്നത്. വടക്കുംഭാഗം അന്നക്കളി ആഘോഷവും ഏറെ ശ്രദ്ധേയമായിരുന്നു. അന്നക്കളി ആഘോഷത്തിന് മുന്നോടിയായുള്ള തീണ്ടിപ്പടയണി ആചാരചടങ്ങുകളോടെ വെള്ളിയാഴ്ച രാത്രി നടന്നു. പൈതൃക നഗരി ഫോർട്ട് കൊച്ചി അമരാവതി ആൽത്തറ ഭഗവതി ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചാണ് അന്നക്കളി ആഘോഷം നടക്കുന്നത്. ശക്തി സ്വരൂപിണിയായ ദുർഗാപ്രീതി പ്രാർത്ഥനയും ദേശാഭിവൃദ്ധിയും മാരക രോഗ നിവാരണവുമായി ഭക്തജന രക്ഷയ്ക്കുള്ള പ്രാർത്ഥനയും ദേവീപ്രീതിയുമാണ് അന്നക്കളി ആഘോഷ സങ്കല്പം. 8 അടി ഉയരമുള്ള അന്ന ഒരു രൂപത്തെ ത്രിസന്ധ്യ നേരത്ത് വാദ്യമേളങ്ങളോടെ എഴുന്നള്ളിച്ച് ദേവിക്ക് മുന്നിൽ ആരവങ്ങളോടെ പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങാണ് അന്നക്കളി. ഇതോടൊപ്പം 3 ചെറു അന്നങ്ങളും ഭീമൻ, താടക തുടങ്ങി 8ഓളം ഉരുക്കളെയും ദേവിക്ക് മുന്നിൽ എഴുന്നള്ളിക്കും. തെക്ക് വടക്ക് ദിക്കുകളുടേതായി നടക്കുന്ന അന്നക്കളി ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ദൂരദേശങ്ങളിൽ നിന്നും ഭക്തരും സമാജാംഗങ്ങളും എത്തിയിരുന്നു. ഗോവയിൽ നിന്നെത്തിയ വൈശ്യവാണിയ സമൂഹത്തിന്റെ ക്ഷേത്രങ്ങളിലൊന്നാണ് ആൽത്തറ ഭഗവതി ക്ഷേത്രം. മലയാളക്കരയുടെ ശക്തി സ്വരൂപത്തെ ആവാഹിക്കുന്ന സാമാജിക ചടങ്ങായും അന്നക്കളി ആഘോഷത്തെ പഴമക്കാർ വിലയിരുത്തുന്നുണ്ട്. അന്നക്കളിക്ക് ശേഷം പടയണി ആഘോഷവും നടന്നു. തിങ്കളാഴ്ച വൈകിട്ട് ഐരാവത ശിവേലിയും തുടർന്ന് കൊടിയിറക്കത്തോടെ ക്ഷേത്ര ഉത്സവം സമാപിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി ഗോപാലകൃഷ്ണഭട്ട, മാനേജിംഗ് ഭരണസമിതി അധികാരിമാരായ GS ശ്രീകുമാർ, SR ബിജു, VS പ്രസാദ്, സുശാന്ത്, RS അരുൺ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.